അനീസലയിലേക്ക് കൂടി പോകുന്നു. അനീസ്, നേരത്തെ ഈ സ്ഥലം, ആനയുള്ള സ്ഥലം കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചുവെന്ന് ഈ ദൗത്യ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചിരുന്നു. അപ്പോൾ ആ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തേക്കുള്ള നീക്കം വനംവകുപ്പോ ഈ ദൗത്യ സംഘമോ ആരംഭിച്ചിട്ടുണ്ടോ? എത്ര സമയം കൊണ്ട് ഇതിന്റെ സമീപത്ത് എത്താൻ ഇവർക്ക് സാധിക്കും? എങ്ങനെയൊക്കെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്? സൈഫുദ്ദീൻ, നേരത്തെ 6:45 കൂടി വന്ന വിവരങ്ങളാണ് നേരത്തെ മണ്ടുണ്ണി വനത്തിലുണ്ട് എന്ന തരത്തിലുള്ള സിഗ്നലുകൾ ലഭിച്ചിരുന്നത്. പക്ഷേ അരമണിക്കൂർ മുമ്പേയും അതേ സ്ഥലത്ത് തന്നെ ആന ഉണ്ട് എന്ന സിഗ്നലുകൾ വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഈ വനംവകുപ്പ് മയക്കുവെടി വെക്കാനുള്ള നടപടികൾ കുറെ കൂടി ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വനപാലക സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ആനകളെ സമീപത്തെ ഒരു പുഴയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 4 കുങ്കിയാനകളെയും അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ചൂട് കൂടുന്നൊരു സന്ദർഭമായതുകൊണ്ട് ആനകളെ തൽക്കാലം ദൗത്യം ആരംഭിക്കുന്നത് വരെ അങ്ങോട്ട് നീക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ സ്ഥലത്ത് തന്നെ ഒരു 3 കിലോമീറ്റർ ദൂരമാണ് ഇവിടുന്ന് മണ്ടുണ്ണി വനത്തിലേക്കുള്ളത്. ഈ മണ്ടുണ്ണി എന്ന് പറയുന്നത് വയനാട് അതിർത്തിയിൽ ഉള്ള സ്ഥലമാണ്. അതേസമയം നമ്മളിപ്പോൾ ഉള്ളത് ബാവലിയിലാണ്. ബാവലിയിൽ നിന്ന് മണ്ടുണ്ണിയിലേക്ക് 3 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇവിടെ നിന്ന് ഈ വനം വഴി ഇതിലെ കയറാനാണ് എളുപ്പം എന്നതുകൊണ്ടാണ് കുങ്കിയാനകളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും വൈകാതെ കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ആരംഭിക്കും. കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് കാട്ടിലേക്ക് കയറിപ്പോകാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വനപാലകർ പല ഭാഗത്തും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സംഘം അങ്ങോട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൈകാതെ കുറെ കൂടി മൂർത്തത കൈവന്നിട്ടുണ്ട് ഈ ദൗത്യത്തിന് എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്പം കൂടി വിവരങ്ങൾ അല്പസമയം മുമ്പ് വന്ന റേഡിയോ കോളറിലെ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വിവരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന 6:45 വന്ന വിവരം അനുസരിച്ച് ഉള്ള അത് ഒരു 3 മണിക്കൂറോളം പിറകിൽ ആണ് ഡിലേ ആയാണ് അത് കാണിക്കുക. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് തന്നെ ആന ഉണ്ടോ എന്ന് ഉറപ്പില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ ഒരു അരമണിക്കൂർ മുമ്പേ പുതിയ സിഗ്നൽ കൂടി ലഭിച്ചിരിക്കുന്നു. അത് പ്രകാരവും ആന അതേ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അവിടുത്തെ നേരത്തെ സുനിൽ ഐസക് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അവിടെ വെച്ചുകൊണ്ട് അതിനെ മയക്കുവെടി വെക്കാൻ കഴിയില്ല. അതൊരല്പം പൊന്തക്കാട് ആണ്. അതുകൊണ്ട് അവിടെ നിന്ന് പുറത്തിറക്കി അതേസമയം ജനവാസ കേന്ദ്രം അല്ലാത്തൊരിടത്തേക്ക് തന്നെയാണ് അതിനെ എത്തിക്കേണ്ടത്. അതിനേറ്റവും അനുയോജ്യമായ സ്ഥലം ഇപ്പോഴുള്ള ഈ ബാവലിയിലെ ഈ ഒരു അതിർത്തിയിലുള്ള എവിടെയെങ്കിലും വനമേഖലയാണ്. വനത്തോട് ചേർന്ന ഈ ഒരു പ്രദേശം തന്നെ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് മയക്കുവെടി വെക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ വനപാലകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ബാവലിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ചുറ്റളവിലായി കൊണ്ട് തന്നെ ആന ഉണ്ട് എന്നാണ് ഏറ്റവും അവസാനം ലഭിച്ച സിഗ്നൽ പ്രകാരവും നമുക്ക് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിന് ഈ ദൗത്യങ്ങൾ കുറെ കൂടി എളുപ്പമായിട്ടുണ്ട്. മയക്കുവെടി വെക്കാൻ എത്രയും വേഗം കഴിയുമെന്ന് തന്നെയാണ് വനപാലകർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ബാവലിയിലെ ഈ വനംവകുപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ടിമ്പർ ഡിപ്പോയിലാണ് നമ്മളുള്ളത്. ഇവിടേക്കാണ് കുങ്കിയാനകളെ എത്തിച്ചിട്ടുള്ളത്. വനപാലക സംഘവും ഇവിടെ തന്നെയുണ്ട്. കർണാടക വനംവകുപ്പും അതുപോലെ തന്നെ കേരള വനംവകുപ്പും സംയുക്തമായാണ് ഏകോപനത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ആനയെ നിരീക്ഷിക്കുവാൻ ഈ റേഡിയോ കോളറിലെ വിവരങ്ങൾക്ക് കർണാടകയെ ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം നമുക്ക് കാര്യങ്ങൾ ലഭ്യമാവുന്നുണ്ട് എന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം കർണാടക വനംവകുപ്പിൻ്റെ കയ്യിലുള്ള റേഡിയോ കോളറിൽ നിന്ന് ആ സിഗ്നൽ നമുക്ക് സ്വീകരിക്കാൻ ആവശ്യമായ ഐഡിയും പാസ്വേഡും ലഭിച്ചാൽ മാത്രം മതി. ഐഡിയും പാസ്വേഡും ലഭിക്കുന്നതോടുകൂടി അത് ആർക്കും ട്രാക്ക് ചെയ്യാൻ കഴിയും. അത് ട്രാക്ക് ചെയ്യാൻ ആവശ്യമായ ഐഡിയും പാസ്വേഡും വനംവകുപ്പ്, കർണാടക വനംവകുപ്പ്, സംസ്ഥാന വനംവകുപ്പിന്, കേരള വനംവകുപ്പിന് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഇനി കർണാടകയെ ആശ്രയിക്കേണ്ട കാര്യമില്ല ഓരോ സന്ദർഭത്തിലും. പക്ഷേ ഒരു പ്രതിസന്ധി ഉള്ളത് ഇത് ഒരല്പം ഡിലേ ആയിക്കൊണ്ടാണ്, മണിക്കൂറുകൾ ഡിലേ ആയിക്കൊണ്ടാണ് ഇത് കാണിക്കുക. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു ലൊക്കേഷനിൽ ആനയുണ്ട് എന്ന് കാണിക്കുന്നത് ഒരു 3 മണിക്കൂർ മുമ്പത്തെ വിവരമായിരിക്കും. അതേ ലൊക്കേഷനിൽ തന്നെ ആന തുടരുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിയുക. അതിൽ ഇപ്പോൾ ഒരു ശുഭസൂചനയുള്ളത്, നേരത്തെ 6:45 വന്ന സിഗ്നൽ അനുസരിച്ച് മണ്ടുണ്ണി വനത്തിൽ ആ വനമേഖലയിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. ഇപ്പോൾ അരമണിക്കൂർ മുമ്പ് വന്ന സിഗ്നലിലും അവിടെ തന്നെ ആന ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് വലിയ മൂവ്മെന്റ് ആനക്കുണ്ടായിട്ടില്ല, വല്ലാതെ ദൂരം സഞ്ചരിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത് കേരള കർണാടക അതിർത്തിയായ മണ്ണുണ്ടിയിലാണ് ഇപ്പോൾ ആനയുള്ളത്. എന്തായാലും ഇത് ഈ ജനവാസ മേഖലയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകത്തേക്കാണ്, ഉൾക്കാട്ടിലാണ് ഇപ്പോൾ ആനയുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അതിനടുത്തേക്ക് എത്തുക എന്നുള്ളത് ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമാണ്. ഈ കുങ്കിയാനകളുടെ
കയറി മാത്രമേ ഈ ദൗത്യസംഘത്തിന് അതിനടുത്തേക്ക് എത്താൻ കഴിയൂ. അതിൻ്റെ താമസമാണ് ഈ സമയം എടുക്കുന്നത്. എന്തായാലും അല്പസമയം കൊണ്ട് തന്നെ ഈ ആനയുടെ അടുത്തെത്തി അതിനെ മയക്കുവടി വയ്ക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ദൗത്യസംഘം പങ്കുവെക്കുന്നുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് കർണാടക കേരള അതിർത്തിയായ ബാവലിയിൽ നിന്ന് ടി കെ അനീസ് സലീം.